പ്രഗത്ഭരായ ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രവർത്തകരായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ചെറുതല്ലാത്ത സന്തോഷമാണുള്ളത്. ഇപ്പോ പഴയ കാലത്തൊന്നും നമ്മൾ ഈ തുർക്കി ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ അപൂർവം മാത്രം അല്ലെ ഉണ്ടായിരുന്നാവോ, അതൊന്ന് ഉണ്ടാവാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. ശരിക്ക് തുർക്കി ഭാഷ ശരിക്ക് വ്യാപകമാവേണ്ടതായിരുന്നു. കാരണം തുർക്കി ഖിലാഫത്ത് കുറെ കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നതാണല്ലോ. അപ്പൊ ആ ഭാഷ വളരെയധികം പരക്കേണ്ടതായിരുന്നു. 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചു ലോകം. പക്ഷെ അതേസമയത്ത് അവര് ഇംഗ്ലീഷ് ആകെ വ്യാപകമാക്കിട്ടുണ്ട്. അവര് പിന്നെ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയല്ലേ, ലോകഭാഷ ആക്കുകയും സകല മനുഷ്യന്മാരും പഠിക്കണം എന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരെ ആയിത്തീരുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ സകല രാജ്യങ്ങളിൽ നിന്നും അവര് പിന്നെ അവരുടെ സൈന്യത്തെയൊക്കെ പിൻവലിച്ചുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് അവർ സ്വാതന്ത്ര്യം നൽകിയത്. എന്നാൽ അതിനേക്കാളൊക്കെ അധികം വർഷം തുർക്കി ഖിലാഫത്ത് നിലനിന്നു. പക്ഷെ അതേസമയത്ത് തുർക്കിയുടെ അവരുടെ ഭാഷ അത് വേണ്ടത്ര അവർ പ്രചരിപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വലിയ കാര്യമില്ല കേട്ടോ അല്ലെ. ഒരു ഭാഷ കുറെ പ്രചരിപ്പിച്ചോണ്ട് ഒരു പ്രത്യേകമായ കാര്യമുണ്ടാവും. ലോക ജനതക്ക് മുഴുവൻ ഒരു ഭാഷ ആകുകയാണെങ്കിൽ ലോക ജനതക്ക് മുഴുവൻ ഒരു ഭാഷ ആകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണത്. അപ്പോ ഈ അവരുടെ ആശയം പരസ്പരം ഭാഷ വിനിമയം വളരെ സൗകര്യമാകൂല അല്ലെ. നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു ഭാഷ ഉണ്ടാകുകയാണെങ്കിൽ 120 കോടി ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യ രാജ്യത്തിന് ഒറ്റ ഭാഷ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരെ നമ്മളെല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ 120 കോടി ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. ലോകത്ത് മുഴുവൻ ഒരു ഭാഷ മാത്രമായിരുന്നെങ്കിൽ 600 കോടി ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു തആലാന്റെ ഹിക്മത്ത് അങ്ങനെയൊന്നല്ല. പലരും ശുഊബും ഖബായിലും മാത്രമല്ല പല രീതിയിലുള്ള ഭാഷക്കാരും പല രീതിയിലുള്ള സംസ്കാരത്തിന്റെ ആളുകളും ഒക്കെ ആവുന്നതിൽ അള്ളാഹു എന്തൊക്കെയോ ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാണ്. അപ്പൊ ഏതായാലും മുസ്ലിങ്ങൾക്കൊരു ഭാഷ അറബി ഭാഷ ആകുകയാണെങ്കിൽ 150 കോടിയോളം ജനങ്ങളോട് മുസ്ലിങ്ങൾക്ക് മുഴുവൻ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാ മുസ്ലിങ്ങളുടെയും ഭാഷ അറബി ഭാഷ ആകുമായിരുന്നെങ്കിൽ 150 കോടി ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ കേരളക്കാരായ ആളുകളുടെ നമ്മുടെ വളരെ മോശകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഭൂഭൂരിഭാഗം കേരളീയർക്കും ഒരു 3 കോടി ജനങ്ങളോട് സംസാരിക്കാനേ സാധിക്കുള്ളൂ. ലോകത്ത് 600ഓളം കോടി ജനങ്ങൾ ഉണ്ടായിട്ട് അല്ലേ, അതിൽ ഒരു 3 കോടി ജനങ്ങളോടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ പറഞ്ഞാൽ ബാക്കി 597 കോടി ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കൂലെന്ന് മനസ്സ് അവരോട് പിന്നെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കൂലെന്ന്. തമിഴ്നാട്ടില് തമിഴ് ഭാഷയിൽ നിന്നും കന്നഡയിൽ നിന്നും പിന്നെ എടുത്തതാണ് മലയാള ഭാഷ എന്ന് പറയപ്പെടുന്നു അല്ലെ. തമിഴിൽ നിന്നും കന്നഡ എന്നൊക്കെ ഓർത്തൊരു പുതിയ ഭാഷ ഉണ്ടാക്കിയതാണ് മലയാളം. എന്തിനാണ് അയാൾ ആരാണത് ചെയ്ത പണി? തുഞ്ചത്ത് എഴുത്തച്ഛനാ ആ പണി ചെയ്തത് പണി? അദ്ദേഹം ഭാഷ അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് ഭാഷ അദ്ദേഹം ഉണ്ടാക്കിയതാണെങ്കിൽ വല്ലാത്തൊരു ദുൽമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. തമിഴ്നാട്ടിലെയും കേരളത്തിന്റെയും ഭാഷ ഒന്നാകുമായിരുന്നുവെങ്കിൽ നമുക്ക് നാട്ടുകാരോട് കൂടി സംസാരിക്കാമായിരുന്നല്ലോ അല്ലേ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ ശ്രീലങ്കയിലുണ്ട് കുറെ തമിഴന്മാർ, അവരോടൊക്കെ നമുക്ക് സംസാരിക്കാമായിരുന്നു. അപ്പൊ കുറെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു പിന്നെ ആംഗ്യഭാഷ അങ്ങനെ ആവുമോ? ആർക്കും മനസ്സിലാത്ത ആംഗ്യഭാഷ തുഞ്ചത്തെഴുത്തച്ഛ അതുവരെയൊക്കെയുള്ള ആൾക്കാർ ആംഗ്യം കാണിച്ച് നടക്കിയെന്ന് കേരളത്തിൽ അതൊന്നും ആവില്ല. തുഞ്ചത്തെഴുത്തച്ഛ അടുത്ത കളക്കാരനല്ലേ. തമിഴിൽ നിന്ന് പിന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു ആ 2 സ്റ്റേറ്റിലെങ്കിലും ഒരു ഭാഷ ആയിരുന്നു എങ്കിൽ. അപ്പൊ കുറച്ചെങ്കിലും വിശാലമായ ഒരു അവസ്ഥയിൽ നിന്ന് കേരളീയരെ വീണ്ടും ഇടുക്കമാക്കുകയാണ് മലയാള ഭാഷ ഉണ്ടാക്കിയ ആളുകൾ ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ ആളുകളെ പ്രശംസിക്കാനല്ല തോന്നുന്നത്, അവരെ എഴുത്തച്ഛൻ ലിപി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അങ്ങനെ തന്നെ എനിക്കിങ്ങനെ തോന്നിങ്ങനാണ്. അദ്ദേഹം മലയാളത്തിന്റെ ലിപി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഏതായാലും ശരി പോട്ടെ. ഏതായാലും ഇപ്പൊ നമ്മുടെ ഹുദവികളും നമ്മുടെ വാഫികളൊക്കെ വളരെ ഉഷാറാണ് അല്ലേ. അവർ തുർക്കി ഭാഷ പഠിക്കുന്നു,
തുർക്കി ഭാഷ പഠിക്കാൻ നിർബന്ധമാണ് ഈ തുർക്കി പോയാലേ. തുർക്കികൾക്ക് വേറെ ഭാഷ ഒന്നും അറിയില്ല. തുർക്കികൾ വേറെ ഭാഷ പഠിക്കുകയും ചെയ്യൂല. വളരെ അപൂർവം മാത്രം ചില ആളുകൾ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ ആയി എന്നല്ലാതെ ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വന്തം ഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും അവർ പിന്നെ അവരുടെ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റൊന്നും പഠിക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും തുർക്കിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം 6 മാസത്തേക്ക് ഒരു വർഷത്തെ കോഴ്സ് തുർക്കി ഭാഷ പഠിപ്പിക്കലാണ്. അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കുള്ളൂ. അതുപോലെ തന്നെ റഷ്യയിൽ ചില ആളുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ പോവാറുണ്ട്. ശേഷമാണ് ആ ഭാഷയിൽ തന്നെ അവര് പിന്നെ ഈ വൈദ്യശാസ്ത്രം ഒക്കെ പഠിപ്പിക്കുള്ളൂ. ഏതാ നമ്മുടെ കുട്ടികൾ ഇപ്പൊ ആ രംഗത്തൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് അല്ലേ? ആ ഭാഗത്ത് ആ വിഷയത്തിലൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് വാഫികള്. അൽഹംദുലില്ലാ. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം പിന്നെ വാഫികളുണ്ട്. അതുപോലെ തുർക്കിയിലെ വിവിധ യൂണിവേഴ്സിറ്റികളൊക്കെ അവർ പഠിക്കുന്നു. ഉപരിപഠനത്തിന് വേണ്ടി തുർക്കിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇന്ത്യന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ സേവനം വ്യാപകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അടുക്കൽ നിന്നൊക്കെ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അത് പ്രവർത്തിക്കുവാനും ഒക്കെ സിഹത്തും ആഫിയത്തും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിനൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് പിന്നെ ഏതാനും ചില വിഷയങ്ങളിലേക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ഒരു മിനിറ്റ്, അധികം പിഎമ്മൊന്നും ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കെട്ടിടങ്ങളും മറ്റും വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അഡ്വാൻസ് വാങ്ങാറും കൊടുക്കാറുമുണ്ട്. അതിന്റെ വിധി എന്താണ്? അത് അനുവദനീയമാണ്. അതാണ് അതിന്റെ വിധി, അനുവദനീയമാണ്. കെട്ടിടം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, കെട്ടിടം വാടകയ്ക്ക് വാങ്ങുമ്പോഴേ അഡ്വാൻസായി ഒരു സംഖ്യ കൊടുക്കുന്ന ഒരു വലിയ സംഖ്യ, നിസാബ് തികയുന്ന സംഖ്യയാണെങ്കിൽ, സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യയാണ് അത് കൊടുക്കുന്നത് എങ്കിൽ അയാൾക്ക് തിരിച്ചിട്ടുള്ള അല്ലേ, തിരിച്ചു കിട്ടാനുള്ളതാണ്. അഡ്വാൻസ് കൊടുത്തത് അതിന്റെ വ്യക്തിക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ്. അപ്പോൾ കിട്ടാനുള്ള പൈസ എന്ന വകുപ്പിൽ അത് പെടും. അപ്പൊ അത് നിസാബിന് തികയുന്ന സംഖ്യയാണെങ്കിൽ ആ കൊടുത്ത ആൾ അതിന്റെ സക്കാത്ത് വർഷം കൊടുക്കേണ്ടി വരും. അങ്ങനെ വിഷയമുണ്ട്. ഏതായാലും ശരി, അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തൊരു വിഷയം എന്താണ്? നിസ്കാരത്തിൽ ഖൗലിയായ ഫർളിനെ നീക്കം ചെയ്താൽ എന്ത് ചെയ്യാം? ഉദാഹരണം, ഫാത്തിഹ ഒരാളെന്ത് ചെയ്ത് ഖിയാമില് നൃത്തത്തില് പിന്നെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലേ? ഫാത്തിഹ ഓതി അതിനുശേഷം ഒരാളെന്ത് ചെയ്ത് പിന്നെ അത്തഹിയാത്ത് ഓതി നിൽക്കുക, നിസ്കാരം ബാത്തിലാവുന്നില്ല. നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്ത മറ്റ് അന്യ സംസാരങ്ങൾ നിസ്കാരത്തിൽ സന്നല്ലാത്ത അറബി ഭാഷയിലൊന്നല്ലാതെ നിസ്കാരം ബാത്തിലാവും. അതല്ലാതെ ഖൗലിയ റുക്കിനെ മറ്റ് പിന്നെ ഒരാൾക്ക് നിസ്കാരത്തിലല്ല. പിന്നെ നമസ്കാരത്തിൽ സുജൂദ്, റുകൂഅ്, ഇഅ്തിദാലിൽ എല്ലാം റബ്ബന ആതിനാ ഫിദ് ദുനിയാ എന്ന് ചൊല്ലിയാൽ മതിയോ? എന്ന് ചൊല്ലിയാൽ മതി, അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒരാൾ റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ എന്ത് ചെയ്തു? റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ് ദ്വാരക്കുന്നത് റുകൂഇലും സുജൂദിലൊക്കെ. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ സുന്നത്ത് അതൊന്നല്ല. സുന്നത്ത് റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദി അതൊക്കെ ഉണ്ടല്ലോ, റബ്ബനാ ലക്കൽ ഹംദ് ഇഅ്തിദാലിൽ ഇതൊക്കെ ചെല്ലലാണ് സുന്നത്ത്. ഇനി അതല്ലാത്ത മറ്റു ദുആകൾ എന്തെങ്കിലും നടത്തിയാൽ അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സാധാരണ പള്ളികളിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ
കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു, ഇത് പറ്റുമോ? നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം, നിർബന്ധമാണ് നിസ്കാരത്തിൽ, അത് നിർബന്ധ. നിൽക്കാൻ സാധിക്കുന്ന ആള് നിൽക്കേണ്ടുന്ന സമയത്ത് നിൽക്കാതെ ഇരുന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. ഫർദ് നിസ്കാരത്തിലേ ഒരാൾക്ക് നിൽക്കാൻ സാധിക്കും, ആ നിൽക്കാൻ സാധിക്കുന്നതിനോട് കൂടി ആൾ കസേരയിൽ ഇരുന്നിട്ടാവട്ടെ, അല്ലെങ്കിൽ ഇനി നിലത്തി ഇഫ്തിറാഷിന്റെ ഇരുത്ത മറ്റോ ഇരുന്നിട്ടാവട്ടെ, എങ്ങനെ നിസ്കാരം സഹിയാവുകയില്ല. അതേസമയത്ത് അയാൾക്ക് നിൽക്കാൻ സാധ്യമല്ലാത്ത ആളാണ്, എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇരുന്ന് നിസ്കരിക്കാം. ആ ഇരിക്കൽ ഇപ്പൊ ഇഫ്തിറാഷിന്റെ അടുത്ത് ഇരിക്കാൻ ഇപ്പോ കസേരയിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് വേണമെന്നുണ്ടോ, സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് സഹിയാണ്. റുക്കൂ ചെയ്യുമ്പോൾ റുക്കൂ സഹിയാവണം. റുക്കൂവിന്റെ നിബന്ധന സഹിയാണ്, എന്ത് വേണം, അവന്റെ പിൻഭാഗം സമമാവണം, അവന്റെ ചന്തിക്കെട്ടും അവന്റെ പെരടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സമമാവണം. അതിപ്പോ കസേരയിലെ മറ്റൊക്കെ ഇരുന്നിട്ട് ഒരാൾ റുക്കൂ ചെയ്യാൻ ഏത് സഹിയാവുകയില്ല, സാധിക്കൂല ചിലപ്പോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരാള് അല്ലേ, റുക്കൂ ചെയ്യുമ്പോൾ അവന്റെ ആ ചന്തി ഉണ്ടല്ലോ, ആ ചന്തിയുടെ ഭാഗവും പെരടിന്റെ ഭാഗവും സമായിട്ട് നിന്നിട്ടില്ല നിൽക്കുക. അങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിന്റെ കൂടി ഒരാൾ അങ്ങനെ ചെയ്യാതെ നിസ്കാരം സഹിയാവുകയില്ല, റുക്കൂ സഹിയാവില്ല. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ നിബന്ധന 7 അവയവങ്ങൾ നിലത്ത് വെക്കണം. 7 അവയവങ്ങൾ, 2 പാദം, 2 കാൽമുട്ട്, 2 കൈ, നെറ്റിത്തടം, ഇതൊക്കെ നിലത്ത് വെക്കണം. അതുപോലെ തന്നെ അവന്റെ തലയേക്കാളും ഉയരത്തിലായിരിക്കണം അവന്റെ ചന്തിക്കെട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിനോട് കൂടി ഒരാൾ അങ്ങനെ എല്ലാം ചെയ്താലോ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ പിന്നെ നെറ്റിത്തടം നിലത്ത് വെക്കാൻ സാധിക്കുന്നതിനോട് കൂടി, അതുപോലെ തന്നെ നെറ്റിയേക്കാളും ചന്തി ഉയർത്തി വെക്കാൻ സാധിക്കുന്നതിനോട് കൂടി ഒരാൾ എന്ത് ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യാതെ സുജൂദ് ചെയ്തു, എന്നാൽ സുജൂദ് സഹിയാവുകയില്ല. മനസ്സിലായല്ലേ? അപ്പൊ നിലത്തിരുന്ന് കൊണ്ട് നെറ്റി നിലത്ത് വെക്കാൻ സാധിക്കുന്ന ആളാണ്. പിന്നെ കെട്ടുണ്ടാ കെട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ സംഭവം കേട്ട അതോ ഇല്ല, അത് അവരുടെ തകരാറാണ്. അപ്പൊ അതങ്ങനെ സാധനോട് ഒരാ ശുചിയാന്ന് അപ്പൊ നിസ്കാരം സഹിയാവുകയും ചെയ്യൂല. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇപ്പൊ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് റുക്കൂ ചെയ്യാണ്. കസേരയിൽ നിന്ന് റുക്കൂ ചെയ്യുമ്പോൾ അവന്റെ ചന്തിയും അവന്റെ പെരടിയും ഒക്കെ സമമാക്കാൻ സാധിക്കൂല അങ്ങനെ. അപ്പൊ നേരെ മറിച്ച് അയാൾ ശരിക്ക് നിന്നുകൊണ്ട് റുക്കൂ ചെയ്യുകയാണെങ്കിലും അതിന് സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സാധിക്കുന്നതോട് കൂടി ഇങ്ങനെ ചെയ്താൽ അവന്റെ റുക്കൂ സഹിയാവൂല. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ്. അതിന് അവന്റെ എത്തിക്കേണ്ട തൽക്കാലം ഉയർത്തിലാവലും നിർബന്ധമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിനോട് കൂടി ഒരാൾ എന്ത് ചെയ്തു, അങ്ങനെ എല്ലാം സുജൂദ് ചെയ്തു എന്നാൽ സഹിയാവൂല. മനസ്സിലായോ? ചെയ്യാൻ സാധിക്കാത്ത ആളാണ്, ആൾക്ക് കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കാനേ പറ്റൂ. ആൾക്ക് ഇങ്ങനെ ചന്തി മേൽഭാഗത്തും അതുപോലെ തന്നെ അവന്റെ തല താഴെയും ആക്കിക്കൊണ്ട് 7 അവയവങ്ങൾ വെച്ച് ചെയ്യാൻ കാരണം എന്നാൽ കസേര സഹിയാവും, അല്ലെങ്കിൽ സഹിയാവൂല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള ഒരു കുടുംബത്തിൽ പിതാവ് മരിച്ചതിന് ശേഷം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കാൻ പിതാവിന്റെ സ്ഥലം വിറ്റു വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഇപ്പോൾ സ്ഥലം ഓഹരി. ഇപ്പോൾ സഹോദരന്മാർ പറയുന്നു, നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ വേണ്ടി വിറ്റ സ്ഥലം നിങ്ങളെ ഓഹരി ആയിരുന്നു, ഇനി അതിന്റെ ബാക്കിയുള്ള ഓഹരിയെ നിങ്ങൾക്ക് ഉള്ളൂ എന്ന്. ഇത് ശരിയായ വ്യവസ്ഥയാണോ? ഒന്ന് വിശദീകരിക്കാമോ? അത് പെൺകുട്ടികളെ എന്താ പറഞ്ഞത്, ഒരു വാപ്പ മരിച്ചു, ആ വാപ്പാക്ക് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. കിട്ടിക്കാത്ത കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ വാപ്പ മരിച്ചതിന് ശേഷം വാപ്പാന്റെ സ്വത്ത് അല്ലേ, വാപ്പ വിട്ടേച്ച് പോയ സ്വത്ത് വിറ്റുകൊണ്ട് ഈ പെൺകുട്ടികളെ കെട്ടിച്ചു. ഇനി ഓഹരി ചെയ്യുന്ന സമയത്ത് സഹോദരന്മാർ പറയുന്നത്, നിങ്ങളെ കെട്ടിക്കുമ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വാപ്പ മരിച്ചതിന് ശേഷം നിങ്ങളെ കെട്ടിച്ചത് ആ വാപ്പാന്റെ ആ സ്വത്ത് വിറ്റുകൊണ്ടാണ് നിങ്ങളെ കെട്ടിച്ചത്. അപ്പൊ അത് കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു സഹോദരന്മാര്. അത് പറ്റുമെന്നാ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പെൺകുട്ടികളുടെ സമ്മതപ്രകാരമാണ് ആ സ്വത്ത് വിറ്റത്, അങ്ങനെയാണ് അവരെ കെട്ടിച്ചത്. എന്നാൽ പിന്നെ അത് കഴിച്ച് ബാക്കിയുള്ളത് അവർക്ക് കിട്ടുള്ളൂ.
അത് കഴിച്ച് ബാക്കിയല്ലേ കിട്ടുള്ളൂ. അതല്ല ഇനി അവരെ സമ്മതം കൂടാതെയാണ് ആങ്ങളാര് വിറ്റത് അല്ലേ? ഒരു പറമ്പിനെ ആ പറമ്പ് വിറ്റിട്ട് ആങ്ങളാര് കെട്ടിച്ച് ഇവരോട് സമ്മതം ചോദിച്ചില്ലേ? ഇവരെ സ്വത്താണല്ലോ. ആ വാപ്പ ഉത്തേജിച്ച് പോയ സ്വത്ത് ആ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ സ്വത്താണല്ലോ. ആണിന്റെ ഭൗതിക പണിയുണ്ടാവുള്ളൂ. ആ നിലക്ക് അവരുടെ സ്വത്താണത്. അപ്പൊ ആ സ്വത്ത് കൊണ്ട് ക്രയവിക്രയം നടത്തുമ്പോൾ അവരോട് ചോദിക്കണം, എല്ലാവരോടും ചോദിക്കണം. അപ്പൊ ആ പെൺകുട്ടികളോട് ചോദിക്കണം, നിങ്ങളെ കെട്ടിക്കാൻ ഇത്ര പൈസ ചെലവുണ്ട്, അതിനിപ്പോ എന്ത് ചെയ്യാണ്? നമ്മുടെ വാപ്പാന്റെ സ്വത്ത് നമ്മുടെ സ്വത്താണ്, അത് വിൽക്കുകയാണ്, അത് വിറ്റിട്ട് ആണ് നിങ്ങളെ കെട്ടിക്കണത് എന്ന് അവരോട് പറയണം. അങ്ങനെ അവർ സമ്മതം തന്നു, അങ്ങനെയാണ് വിറ്റത്. എന്നാൽ പിന്നെ അവർക്ക് എത്ര ഉണ്ടാവുള്ളൂ? അവർക്ക് അത് കഴിച്ച് ബാക്കി എന്തെങ്കിലും പിന്നെ അവർക്ക് ലഭിക്കാനുള്ള ഓഹരിയിൽ നിന്ന് അത് കഴിച്ച് ബാക്കിയുള്ളതേ അവർക്ക് കിട്ടും. നേരെ മറിച്ച് അവരോട് ചോദിക്കാതെയാണ് അത് വിറ്റത്. പിന്നെ അവർ പറഞ്ഞെന്ത്? പിന്നെ അവർ നല്ല രീതിയിലാണ്, നല്ല മനസ്സാകുമ്പോ പിന്നെ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണല്ലോ അല്ലേ? പിന്നെ പിന്നെ കെട്ടിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ വിറ്റതാണല്ലോ, അതൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള കിട്ടിയാൽ മതി എന്നവർ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല അവർ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചോദിച്ചു. അതൊക്കെ വാപ്പാന്റെ സ്വത്ത്, വാപ്പ മരിക്കുന്ന സമയത്ത് വാപ്പാന്റെ സ്വത്ത് ഉണ്ടായിരുന്നല്ലോ, ആ സ്വത്തിന്റെ ഞങ്ങൾക്കുള്ള അവകാശം ശരിക്കും കിട്ടണം. മറ്റെന്തിനെങ്കിലും ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ സ്വത്ത് വിറ്റുകൊണ്ട് ഞങ്ങളെ കെട്ടിക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട് എന്നവർ ചോദിക്കുകയാണെങ്കിൽ യാതൊരു മാർഗവും ഇല്ല. അതിന്റെ ശറൈന്റെ വിധി അങ്ങനെ തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഇപ്പൊ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ പുതിയ മെമ്പറാണ്. എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും ഇപ്പോഴും സുഖമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ശിഫയും സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ തിരുനോട്ടം എപ്പോഴും ഇത്രയും PM തന്നെ ഉള്ളൂ. അള്ളാഹു ഇതും പറഞ്ഞിട്ടൊക്കെ അള്ളാഹു ചെയ്യട്ടെ. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച അവന്റെ മഹദായ ഫضل കൊണ്ട് പരിഹരിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചവർക്ക് നൽകുന്ന സകലമാന കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ത്വാഅത്തിലായി മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ